ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചു. ചിന്നക്കനാൽ ടാങ്കുകൂടി സ്വദേശി കണ്ണനാണ് മരിച്ചത്. തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. രാവിലെ മുതൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ കണ്ണൻ ആനക്കൂട്ടത്തിന്റെ ഇടയിൽ പെടുകയായിരുന്നു. 9 പിടിയാനകൾ അടങ്ങുന്ന ആനക്കൂട്ടമാണ് കണ്ണനെ ആക്രമിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ പ്രദേശത്തെ ആദിവാസി കുടികളിൽ നിന്നും മറ്റുമായി 50ഓളം ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു. ഇതിനിടയിലാണ് കണ്ണൻ ആനക്കൂട്ടത്തിന്റെ നടുവിൽപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. എല്ലാവരും കൂടി ഈ ആനയെ ഓടിച്ച് 301 ഭാഗത്തേക്ക് കടത്താൻ വേണ്ടി നടന്ന സംഭവത്തിലാണ് ഈ ആന ഓടിച്ച് അവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ആന തിരിച്ച് റിട്ടേൺ വന്ന് ഈ പുള്ളിനെ ഉപദ്രവിക്കുകയത്. ഞാനും കൂടെ ഉണ്ടായിരുന്നു, നമ്മളും കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപകടം ഒരു യാദൃശ്ചികമായിട്ട് പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ്. ആ മുറിവാലി പിടിച്ചും കൂട്ടാണ് 9 ആനയാണ് കൂട്ടം. വൻതോതിലുള്ള ഏലം കൃഷി നശിപ്പിക്കുകയാണ്. അവരുടെ ഉപജീവനമാർഗം മൊത്തം നശിപ്പിക്കണം. ഒന്നെങ്കിൽ സോളാർ ഫെൻസിംഗ് എന്നൊരു പദ്ധതി സർക്കാർ ഒന്നെങ്കിൽ നടപ്പിലാക്കുക, ഇല്ലെങ്കിൽ ആ പദ്ധതി അവിടുന്ന് ഉപേക്ഷിച്ച് കളയുക. എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത്. ആളുകളുടെ വീട് മാത്രം സംരക്ഷിച്ചാൽ പോലെ അവരുടെ ജീവനും കൃഷിമാർഗോടെ കൂടി സംരക്ഷിച്ചില്ല പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇതിനുള്ളത്? ഇതൊരു പ്രാവശ്യമല്ല. ഇതിപ്പോൾ തന്നെ ചക്കക്കൊമ്പൻ തന്നെ ഒരു 13 പേരെ കൊന്നിട്ട് പോലും ഇത് ഒരു തീരുമാനമായിട്ടുള്ള എല്ലാ പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഇത് തന്നെ പറയും, എന്തെങ്കിലും ഒരു തീരുമാനം പറയും, ഇറങ്ങും. ഇത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ആദിവാസികളായതുകൊണ്ടാണ് മാത്രം തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ആനക്കൂട്ടം കണ്ണനെ തുമ്പിക്കൈയിൽ തൂക്കിയെറിയുകയും ചവിട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. പ്രദേശത്തേക്ക് കൂടുതൽ ആളുകളെത്തി ആനകളെ തുരത്തിയെങ്കിലും കണ്ണന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് പ്രദേശവാസികൾ ചേർന്ന് ആനക്കൂട്ടത്തെ തുരത്തിയ ശേഷമാണ് മൃതദേഹം സംഭവ സ്ഥലത്തു നിന്നും വീണ്ടെടുത്തത്. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി.